എൻ്റെ പേര് സിസിലി ഇരിഞ്ഞാലക്കുട സെൻറ്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ജൂൺ മാസത്തിൽ ഇവിടെ ഏകദിന കൺവെൻഷന് വന്നിരുന്നു. അപ്പോഴെനിക്ക് കിട്ടിയ സാക്ഷ്യമാണ്. എനിക്ക് അന്ന് വന്നപ്പോൾ ഇയർ ബാലൻസിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഇയർ ബാലൻസാണ്. എനിക്കന്ന് വരുമ്പോൾ നന്നായിട്ട് ഇയർ ബാലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ സ്പീക്കറിൻ്റെ അടിയിലായിരുന്നു മുട്ടുകുത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്കത് കൂടി. റാഫേലച്ചൻ അന്ന് ആരാധനയിൽ വിളിച്ചു പറഞ്ഞ് ഇയർ ബാലൻസ് ഉള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായ ഇയർ ബാലൻസിൻ്റെ അസുഖം എനിക്ക് മാറി. 15 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ഇയർ ബാലൻസിൻ്റെ അസുഖം ഇപ്പോൾ 6 മാസമായിട്ട് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. പിന്നെ വെരിക്കോസ് വെയിൻ്റെ വേദന എനിക്കൊരു 5 വർഷമായിട്ടുണ്ടായിരുന്നു. അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ റാഫേലച്ചൻ വിളിച്ചു പറഞ്ഞ് വെരിക്കോസ് വെയിനുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ചയിലും അച്ഛൻ വെരിക്കോസ് വെയിൻ്റെ വേദനയുള്ളവരെ എല്ലാവരെയും സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്നെ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു 6 മാസമായിട്ട് ജൂൺ മാസം തുടങ്ങി 6 മാസമായിട്ട് എനിക്ക് വെരിക്കോസ് വെയിൻ്റെ വേദനയും നിശേഷം എന്നിൽ നിന്നും ഈശോ എടുത്തു മാറ്റി. പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മൂത്ത മകൻ ദുബായിൽ ഒരു കമ്പനിയിൽ ചീഫ് മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. അവന് ജോലിയുടെ പ്രശ്നം വളരെയധികമുണ്ട്, ടെൻഷനും ഡിപ്രഷനും ഒക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അത്ഭുത ജപമാലയിലെ ഏകദിനത്തിലും പ്രാർത്ഥിച്ചിരുന്നു. അവരും അവിടെ ദുബായിലും അത്ഭുത ജപമാല കാണാറുണ്ട്. അതിൻ്റെ ഫലമായി അതിൽ നിന്നെല്ലാം അവന് വിടുതൽ ലഭിച്ചു. പിന്നെ രണ്ടാമത്തെ മകൻ അവന് മസ്കറ്റിലായിരുന്നു ജോലി. അപ്പോൾ അവൻ അവിടെ കുർബാനയൊന്നും കാണുവാനോ അർപ്പിക്കാനൊന്നും ഇല്ലാത്ത കടൽ ഭാഗത്തായിരുന്നു ജോലി. അപ്പോൾ അവൻ നാട്ടിലേക്ക് അവിടെ നിന്ന് ആ ജോലി റിസൈൻ ചെയ്ത് അവൻ പോന്നു. 2 മാസം കഴിഞ്ഞ് ദുബായിക്ക് പോകാൻ വേണ്ടിയാണ് അവൻ വന്നത്. പക്ഷേ അവൻ 2 മാസം കഴിഞ്ഞപ്പോൾ പോകാൻ സാധിച്ചില്ല. അവന് 2 കുട്ടികളുണ്ട്. അവൻ്റെ ഭാര്യ ബാങ്കിലാണ് ജോലി. അവൾക്കപ്പോൾ 3ാമത്തെ അവൾ ക്യാരിയിങ് ആയി. അപ്പോൾ 2 മാസം കഴിഞ്ഞ് പോവാം. പിന്നെ അവൻ വീട്ടിലിരുന്ന് ഇൻ്റർവ്യൂകളൊക്കെ നടത്തി. ഒന്നും ശരിയായില്ല. മെയ് മാസത്തിലൊരു ഇൻ്റർവ്യൂവിൽ അവന് ഓക്കെ പറഞ്ഞു. അതിൻ്റെ ഓഫർ ലെറ്റർ മെയ് മാസത്തിൽ തന്നെ ഓഫർ ലെറ്ററും വന്നു. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അത്ഭുത ജപമാലയിൽ ഏകദിനത്തിന് വരാറുണ്ട്. അപ്പോൾ അതിലും സമർപ്പിച്ചു. അത്ഭുത ജപമാലയിൽ ജൂൺ മാസമായപ്പോൾ ജൂലൈ ഒക്കെ ആയപ്പോൾ അതിൽ റാഫേലച്ചൻ വിളിച്ച് പറഞ്ഞു മസ്കറ്റിലേക്കുള്ള വിസ തടസ്സെടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ മകനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിൽ അച്ഛൻ പറഞ്ഞു മകൻ്റെ പേര് ജിതിൻ്റെ വിസ തടസ്സം എടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണമായും ഞങ്ങളുടെ മകൻ തന്നെയായിരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവന് മസ്കറ്റിലേക്കുള്ള വിസ അങ്ങനെ ശരിയായി. പിന്നെ ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ വീട്ടിൽ അവൻ്റെ ഭാര്യ 6 മാസം ഗർഭിണിയായിരുന്നു. അവൾക്കും 2 കുഞ്ഞുങ്ങൾക്കും H1N1 പനി വന്നു. അവൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. കുഞ്ഞുങ്ങൾക്ക് വീട്ടിലും ഞാനും വീട്ടിൽ. അപ്പോൾ അവർക്ക് നല്ല പനിയായിരുന്നു, 104 ഡിഗ്രിയൊക്കെ പനിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച് കൊണ്ടുപോയി വെള്ളത്തിലൊഴിച്ച് മുക്കി അവരെ തുടയ്ക്കും. എൽ റുഹയെന്ന് കൊണ്ടുപോയ വെഞ്ചിരിച്ച ഉപ്പിട്ട് കഞ്ഞി വെച്ച് അവർക്ക് കൊടുക്കും. വെഞ്ചിരിച്ച തേനുമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. വിശ്വാസ പ്രമാണം ഇടവിടാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി അവർ ആശുപത്രിയിലൊന്നും അഡ്മിറ്റാക്കാണ്ട് ഈശോ ആ അസുഖത്തിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിച്ചു. അവന് ആ സമയത്ത് മെഡിക്കൽ ടെസ്റ്റിന് ജൂലൈ മാസത്തിൽ മെഡിക്കൽ ടെസ്റ്റിന് ഇത് വന്നു. അപ്പോഴവന് ഈ പനി ഉണ്ടായിരുന്ന കാരണം അവൻ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് എറണാകുളത്ത് പോയി മെഡിക്കൽ ടെസ്റ്റ് ചെയ്തു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് ഫിറ്റാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് റിപ്പോർട്ട് വന്നു. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു ഇവൾക്ക് 8 മാസം ആവാറായി, ഇവളുടെ പ്രസവം കഴിഞ്ഞിട്ട് ഇനി വിസ വന്നാൽ മതി എൻ്റെ ഈശോയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുത ജപമാല എല്ലാ ചൊവ്വാഴ്ചയും കൂടാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി അവന് ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഇവൾക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. ഓഗസ്റ്റ് 31-ാം തീയതി ഇവളെ മൂത്ത 2 കുട്ടികളും സിസേറിയനായിരുന്നു. അപ്പോൾ ഇതും സിസേറിയൻ തന്നെയാണ്. അപ്പോൾ അഡ്മിറ്റാക്കി അന്ന് ഇവൾക്ക് കാലത്ത് ഇവന് വിസ വന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് 5-ാം തീയതി പോകുന്ന ദിവസം ടിക്കറ്റും വന്നു. 10-ാം തീയതി ഇവൻ മസ്കറ്റിലേക്ക് തിരിച്ചുപോയി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഉണ്ണീശോയ്ക്കും അമ്മ മാതാവിനും അന്തോണിസ് പുണ്യാളനും 1000 നന്ദി.